ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് US NCLEX RNന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയാണ്. സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ US-ലുള്ള ഇലിനോയ് ബോർഡിലെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് US-ലെ ഏത് സ്റ്റേറ്റ്സിലേക്കും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അവരുടെ എല്ലാം റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലിനോയ് ബോർഡ് ഓഫ് നഴ്സിംഗിൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സും അതിൻ്റെ എങ്ങനെ ATT എടുക്കാം, എങ്ങനെ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യാം, അതിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ലെങ്തി വീഡിയോ ആണ്. കുറച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ്ലി നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കോണ്ടിനെൻ്റൽ ടെസ്റ്റിംഗ് സർവീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലായിട്ട് continentaltesting.org സൈറ്റിലേക്ക് കയറുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞങ്ങൾ താഴെ ബയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കെല്ലാം അതിനകത്തുനിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് പറയട്ടെ, കോണ്ടിനെൻ്റൽ ടെസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവരാണ് നമ്മുടെ ഇവർ കുറേ ലൈസൻഷ്യർ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം വരുന്നതാണ് നമ്മുടെ ഈ RN ആപ്ലിക്കേഷനും. അപ്പം അവരാണ് ഈ വെബ്സൈറ്റ് ഇത് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഇലിനോയുടെ സ്റ്റേറ്റ് ഓഫ് ഇലിനോയ് എക്സാമിനേഷനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം അവരുടെ കാണാൻ പറ്റും കുറേ പ്രൊഫഷണൽസ് റെഗുലേഷൻസിന്റെ കാര്യം ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എടുക്കേണ്ടത് രജിസ്റ്റേർഡ് പ്രൊഫഷണൽ നഴ്സിന്റെയാണ് 041. അത് ക്ലിക്ക് ചെയ്യുമ്പം അവരാണ് നമ്മുടെ കോഡ് 041 രജിസ്റ്റേർഡ് നഴ്സ് RN. സോ ഇതിനകത്ത് ഇവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഫീ 107 ആണ്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് അവരൊരു 2 പേജസിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. CTS ടോപ്പിൽ നിങ്ങൾക്ക് കാണാം, CTS ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ഫോർ രജിസ്റ്റേർഡ് പ്രൊഫഷണൽ നഴ്സ് ഓർ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് IDFPR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നമ്മൾ വായിച്ചു നോക്കാം. ഞങ്ങൾ ഒത്തിരി ഫുള്ളായിട്ട് ഞങ്ങൾ റീഡ് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. ഇതിനകത്ത് അവർ പറയുന്നുണ്ട് റിക്വയർഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഫോർ ഫസ്റ്റ് ടൈം ആപ്ലിക്കൻസിന് എന്തൊക്കെയാണ് വേണ്ടിയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആപ്ലിക്കൻ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ സർട്ടിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അത് മീൻ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഏതെങ്കിലും ഒരു ക്രെഡൻഷ്യൽ ഇവാലുവേറ്റ് ഒരു റിപ്പോർട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ അപ്രൂവ് ചെയ്തിരിക്കുന്ന 2 ഓർഗനൈസേഷൻസ് ആണ് CGFNS ആൻഡ് ERES എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് CGFNSൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പം CGFNS എന്ന് പറയുന്നതിൽ ആസ് വി ടോൾഡ് യു ഇതൊരു ഓർഗനൈസേഷനാണ്. ഇവരെന്ന് പറയുന്നത് നമ്മുടെ ക്രെഡൻഷ്യൽസ്, നമ്മുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ വർക്കിംഗ് റിലേറ്റഡ് ഉള്ള എല്ലാ ക്രെഡൻഷ്യൽസും ഇവാലുവേറ്റ് ചെയ്തൊരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഫർദർ നമ്മുടെ ആപ്ലിക്കേഷൻ ഫയലിംഗ് എല്ലാം നടക്കുന്നത്. സോ ആ CGFNSൽ നമുക്കിങ്ങനെ നമ്മുടെ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നടത്താം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സിന് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിലും ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇലിനോയ് ബോർഡിൽ ഇങ്ങനൊരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. സോ അത് നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കിനിയും CGFNS എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് നോക്കാം. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് CGFNS.org. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ്. സോ സ്റ്റാർട്ട് യുവർ ജേർണി ആസ് എ ആപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഇപ്പം നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഏത് ഇമെയിൽ അഡ്രസ്സിലൊക്കെ ആണോ നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ഒരു കോഡ് ആൻഡ് ഒരു ലിങ്ക് നമുക്ക് കിട്ടും. ഇങ്ങനൊരു ലിങ്ക് കിട്ടും. ഇതാണ് ലിങ്ക്. നമുക്കത് ഇതിനകത്ത് അവർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് 30 മിനിറ്റ്സ് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. നമ്മളപ്പം
അതിൻ്റെ കൂടെ അവരൊരു സെക്യൂരിറ്റി കോഡും കൂടെ ഉണ്ട്. ആ സെക്യൂരിറ്റി കോഡ് നമുക്ക് ആവശ്യമുണ്ട്. ആ ലിങ്കേ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ വെരിഫൈ ചെയ്യുക. അവരപ്പോൾ ചോദിക്കുന്നുണ്ട് ആർ യു ആപ്ലിക്കൻ്റ് ഓർ ഓതറൈസ്ഡ് ഏജൻ്റ് എന്ന്. നമ്മൾ ആപ്ലിക്കൻ്റ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ പേജാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്യാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെയായിട്ടൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തറോലി റീഡ് ചെയ്തിട്ട് ഐ ആക്സെപ്റ്റ് നമ്മുടെ അത്തോറൈസേഷൻ ഇവിടെ ആവശ്യമുണ്ട്. ചെയ്ത് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്താൽ നമുക്കൊരു നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മളൊരു അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് കുറേ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആവശ്യമായിട്ടുണ്ട്. സോ ആ പേജിലേക്ക് ഇങ്ങനെ നമുക്ക് നോക്കാം. ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പല സ്റ്റേജസിലും ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ CGFNS അക്കൗണ്ട് നമ്മൾ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ തേർഡ് ടൈം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചോദിക്കും. അത് കറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാവുന്നതാണ്. സോ നമ്മളങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പാസ്വേഡൊക്കെ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർ നമ്മുടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കും. അതിനകത്ത് നമ്മൾ കറക്റ്റ് ആൻസർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആൻസർ പറഞ്ഞ് സെലക്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഒരു വെൽക്കം പേജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡാഷ്ബോർഡുണ്ട്, പ്രൊഫൈൽസ്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അവർ മെസ്സേജസ് കൂടെ കോൺടാക്ട് ചെയ്യും. സോ ആദ്യമായിട്ട് നമ്മൾ ചെല്ലേണ്ടത് നമ്മുടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് മൈ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. മൈ പ്രൊഫൈൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ വരികയാണ്. ഇതിനകത്ത് അവർ കുറേ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം പേഴ്സണൽ പ്രൊഫൈലിലേക്ക് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ ഇൻപുട്ട് ചെയ്യാം. ലാംഗ്വേജ്, പ്രൊഫഷൻസ്, പാസ്പോർട്ട് ഇൻഫർമേഷൻസ്, അങ്ങനെയാണ് പേഴ്സണൽ ഇൻഫർമേഷനകത്ത് കൊടുത്തേക്കുന്നത്. കോൺടാക്ട് ഇൻഫർമേഷനകത്ത് പറയുമ്പം ഇതിനകത്ത് നമ്മുടെ മെയിലിംഗ് അഡ്രസ്സ്, ഫോൺ നമ്പർ അതൊക്കെ കൊടുക്കാം. പിന്നെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രാക്ടീസ് ഇൻഫർമേഷൻ, സർട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. കണ്ടിന്യൂ എഡ്യൂക്കേഷനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ് ഇൻഫർമേഷൻസ് അതിന് വേണ്ടിയിട്ട് അതിനുള്ളൊരു കോളം. ഹയർ സെക്കൻഡറി ഓർ ടെർഷ്യറി എഡ്യൂക്കേഷനെ പറ്റി, ജനറൽ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇലിനോയ് ബോർഡിൻ്റെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇലിനോയ് ബോർഡിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ ആവശ്യമില്ല വൺസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ പ്രൊഫൈൽ സമ്മറി അവിടെ നമുക്ക് കാണാനും പറ്റും. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെയ്യുമ്പോൾ അവർ എക്സ്പ്ലനേഷൻ ചോദിക്കും. അപ്പം എന്താണോ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ അത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇൻപുട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യാലിറ്റി സർട്ടിഫിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് സ്പെഷ്യാലിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാർട്ട് ഫുൾ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു വാലിഡേഷനാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും എൻട്രി ലെവൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അഥവാ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ നമുക്ക് അതിനുശേഷം നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻഷർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഏത് ലൈസൻസ് ആണ് നമുക്കുള്ളത്. സോ അത് നമ്മൾ ഫില്ല് ചെയ്തേക്കാം. അതിനായിട്ട് നമുക്ക് ആഡ് ലൈസൻഷർ റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മുടെ ലൈസൻസ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി ഓർഗനൈസേഷൻ്റെ
പേര്, പിന്നെ നമ്മുടെ ലൈസൻസിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഏത് ലൈസൻസാണ്, ലൈസൻസ് നമ്പർ, പിന്നെ ഏതൊക്കെ മെത്തേഡിലാണ് നമ്മൾ നമുക്ക് ലൈസൻസ് കിട്ടിയത്, ഇതെല്ലാം നമ്മൾ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ഇൻഫർമേഷൻസ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. ഏത് ലൈസൻസ് എക്സാമിനേഷനാണ് നമ്മൾ പാസ്സായത് അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻസ് നമുക്കിവിടെ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷ്യറി എഡ്യൂക്കേഷൻ ഇൻഫർമേഷനെ പറ്റിയിട്ടാണ്. സോ അവിടെ നമുക്ക് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ജനറൽ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ, ഇവിടെ നമ്മുടെ പ്രൈമറി, ലോവർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഞങ്ങൾ കേരളത്തിലാണ് പഠിച്ചത്. സോ ഞങ്ങളുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, എംപ്ലോയ്മെൻറ്റ്, ലൈസൻഷർ എക്സാമിനേഷൻ എല്ലാം ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിലേക്കാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇലിനോയ് ബോർഡിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഇൻപുട്ട് ചെയ്യുന്നില്ല. അഥവാ നിങ്ങൾ IELTS വല്ലതും പാസ്സായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ അവർ ഡീറ്റെയിൽഡായിട്ട് ഏതൊക്കെ സ്കോറാണ് വേണ്ടിയത് എന്നെല്ലാം ഡീറ്റെയിൽഡായിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ പാർട്ട് സ്കിപ്പ് ചെയ്യുകയാണിപ്പോൾ. സോ അങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് CGFNS പേഴ്സണൽ പ്രൊഫൈൽ സമ്മറിയാണ്. നമ്മൾ ഇതുവരെ ഇൻപുട്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ഒന്നും കൂടെ റീചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസ് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ സബ്മിറ്റ് ബട്ടനാണ്, ഡിസ്ക്ലെയിമർ വരും നമ്മളെല്ലാം ചെക്ക് ചെയ്തോ എന്ന് ചോദിച്ച്. അതിനകത്ത് നമ്മൾ സബ്മിറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ടു CGFNS ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, സോ വൺസ് നമ്മുടെ പ്രൊഫൈലെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊഫൈൽ ഹിസ്റ്ററിയാണ്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നമ്മൾ ഇൻപുട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നെല്ലാം നമുക്കിവിടെ ചെക്ക് വെരിഫൈ ചെയ്യാം. വൺസ് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പോകേണ്ടത് ഷോപ്പിംഗ് കാർട്ടിലേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഏത് സർവീസാണ് ഇവരുടെ വേണ്ടിയതെന്ന് വെച്ചാൽ ആ സർവീസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഷോപ്പിംഗ് കാർട്ടിലെത്തിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇത് കുറേ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് CGFNSകാർ. ഇതിനകത്ത് നമുക്ക് വേണ്ടിയത് ക്രെഡൻഷ്യൽസ് ഇവാലുവേഷൻ സർവീസാണ്, അല്ലെങ്കിൽ CES. ഇതാണ് നമുക്ക് വേണ്ടിയത്. നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. CES തന്നെ പ്രൊഫഷണൽ റിപ്പോർട്ടുമുണ്ട്, അക്കാഡമിക് റിപ്പോർട്ടുമുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടിയത് CES പ്രൊഫഷണൽ റിപ്പോർട്ട് ആപ്ലിക്കേഷൻ ആണ്. സോ അതിൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് $450 ആണ്. ഇതിനകത്ത് നമുക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആഡ് റെസിപ്പിയൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഡ് റെസിപ്പിയൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ എന്താണ് നമ്മുടെ പർപ്പസ്, നമ്മുടെ ലൈസൻഷ്യർ ആണോ, സർട്ടിഫിക്കേഷൻ ആണോ, എംപ്ലോയ്മെൻ്റ് ആണോ, ഇമിഗ്രേഷൻ ആണോ. ഇതിനകത്ത് നമ്മളിപ്പം നമ്മുടെ ലൈസൻഷ്യർ എക്സാമിനേഷന് വേണ്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലൈസൻഷ്യർ ആണ് ഇത് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓഫ് ലൈസൻഷ്യർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യുക. രജിസ്റ്റേർഡ് നഴ്സ് കൊടുത്തു. ഇതിനകത്തു നിന്ന് നമ്മൾ ഇലിനോയ് ബോർഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം അവർ ചോദിക്കുന്ന ഏത് സ്റ്റേറ്റ് ഓഫ് ബോർഡ് ആണ്. അതിനകത്ത് ഇതാണ് IDP എന്ന് വെച്ചാൽ ഇലിനോയ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൂഫ് റെഗുലേഷൻ. അതിനകത്ത് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക.
സോ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ പേജിലെന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്ന ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ സർവീസ് ക്രെഡൻഷ്യൽ സെലക്ഷൻ ആണ്. ഇതിനകത്ത് ഏതൊക്കെ ക്രെഡൻഷ്യൽസ് ആണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് അവർ ഇത് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻഷർ ഇൻഫോർമേഷൻ അവർ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. സോ ഈ 3 ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ. ഇത് കൂടാതെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എംപ്ലോയേഴ്സിൻ്റെയോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും എക്സ്ട്രാ വരും. ഞാനിപ്പോൾ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൈസൻസും എഡ്യൂക്കേഷനും ഹയർ സെക്കൻഡറി മാത്രം ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. സോ അത് 3 സെലക്ട് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സോ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വരുന്നത്. നമുക്കത് കെയർഫുള്ളി റീഡ് ചെയ്തതിന് ശേഷം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഇതിനൊരു അറ്റസ്റ്റേഷൻ പേജാണ് വരുന്നത്. അതും കെയർഫുള്ളി റീഡ് ചെയ്തതിന് ശേഷം നമുക്കത് എഗ്രി ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് ഓർഡർ സമ്മറി ആണ്. നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ, അതിനെ പറ്റിയുള്ളൊരു ഇതാണ്. പിന്നെ എത്ര അതിൻ്റെ പ്രൈസ് എത്ര ആണെന്നെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ എല്ലാ ബുക്കിംഗ് ഇൻഫർമേഷനും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻപുട്ട് ചെയ്തതിന് ശേഷം മേക്ക് എ പേ. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആണോ, ഇല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇവിടെ ഇത് ചെയ്യേണ്ടത്, നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ലേറ്റർ ഓൺ ആണ് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പർച്ചേസ് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്തിടുക. കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഏത് സർവീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാണോ പർച്ചേസ് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റിൻ്റെ അവിടെ ഒരു യെല്ലോ ബട്ടൺ ഉണ്ട്. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഓർഡർ സമ്മറിയും എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ നിങ്ങളുടെ കാർഡ് ഇൻഫർമേഷൻസ് എല്ലാം ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങളുടെ പർച്ചേസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അവിടെ ഒരു യെല്ലോ ഐക്കൺ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഡാഷ്ബോർഡിൽ പോയിട്ട് CES പ്രൊഫഷണൽസ് റിപ്പോർട്ട് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് വരും. ഇതിനകത്ത് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. വൺസ് നിങ്ങൾ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഫർദർ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ഫോംസ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഫോംസിനെ കുറിച്ച് പറയുമ്പം വൺസ് നിങ്ങൾ ഇൻഫർമേഷൻസ് എല്ലാം CGFNS കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് അവർ സർട്ടൻ ഫോംസ് ജനറേറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ രജിസ്ട്രേഷൻ കൗൺസിൽസിൻ്റെ പേരിൽ, പിന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററിക്കകത്ത് ഏതൊക്കെ എംപ്ലോയേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവരുടെ എല്ലാം പേരിൽ ഒരു ഫോംസ് ജനറേറ്റ് ചെയ്യും. ഈ ഫോംസ് നിങ്ങളെല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് ആപ്ലിക്കൻറ്റ് സിഗ്നേച്ചർ കൊടുക്കണം. എന്നിട്ട് ഈ ഫോംസ് പർട്ടിക്കുലർ ഓർഗനൈസേഷനിലേക്ക് ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ അവരത് അവരുടെ പാർട്ടെല്ലാം ഫില്ല് ചെയ്തിട്ട് CGFNSൻ്റെ ഒഫീഷ്യൽ മെയിലിംഗ് അഡ്രസ്സിലേക്ക് അവിടുന്ന് മെയിൽ ചെയ്യേണ്ടതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഓർഗനൈസേഷൻ ആണോ ആ ഓർഗനൈസേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ CGFNSന് അയച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ ത്രൂ ഒരിക്കലും അയച്ചു കൊടുക്കരുത്. അങ്ങനെ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു ഫോൾസ് ഇൻഫർമേഷനോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ് ലേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും അവർ ഓർഗനൈസേഷൻ ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇത്രയാണ് CGFNSൻ്റെ സ്റ്റെപ്സ്. നമ്മൾ CGFNSൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫോംസ് എല്ലാം സെൻഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു റിപ്പോർട്ട്, ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്തതിന് ശേഷം ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാണാം. സോ CGFNSൻ്റെ പ്രോസസ്സിംഗെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ CGFNSന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഫിംഗർ പ്രിൻറ്റിംഗ് ബൈ എ ലൈസൻസ്ഡ് ഇലിനോയ് ലൈവ് സ്കാൻ ഫിംഗർ പ്രിൻറ്റ് വെണ്ടർ. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് അതൊരു കാർഡിലാക്കിയിട്ട് US ഒരു ഫിംഗർ പ്രിൻറ്റ് വെണ്ടറിലേക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് സെൻഡ് ചെയ്യും. അവരത് സ്കാൻ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബോർഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. സോ ഫിംഗർ പ്രിൻറ്റിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാം, അതിൻ്റെ ബോർഡ് ഓഫ് നഴ്സിംഗ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ വെൻഡേഴ്സ് ആണ് എന്നുള്ളത് ഇവിടെ ഈ ലിസ്റ്റ് കാണാൻ പറ്റും. ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഇലിനോയ് ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് വെൻഡേഴ്സ് ലിസ്റ്റ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്തത് ഫസ്റ്റ് കിടക്കുന്ന ഫിംഗർ പ്രിൻറ്റിംഗ് US ഫോട്ടോ, ഫിംഗർ പ്രിൻറ്റിംഗ് US ഫോട്ടോ ഇൻകൽ ലിമിറ്റഡ്, അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ വെൻഡേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വെൻഡറിലേക്കും സെൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ ഫിംഗർ പ്രിൻറ്റിംഗ് US ഫോട്ടോ ഇൻഗ്ലണ്ട് ലിമിറ്റഡിലേക്കാണ് ഞങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചെയ്തത്. സോ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ചെക്ക് ലിസ്റ്റും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളിത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കേണ്ട അഡ്രസ്സ് ഏതാന്ന് അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 210 S Clark Street, ചിക്കാഗോ, ഇലിനോയ്, അവിടേക്കാണ് നമ്മളിത് സെൻഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ ഫസ്റ്റ്ലി നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഒന്നേ നമുക്ക് $60 ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കേസിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമായിരുന്നു. അതിന് ഇപ്പം നിങ്ങൾ അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഫോം അതിനുവേണ്ടി ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഓതറൈസേഷൻ ഓർ പേയ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞ് ഇതും ഫില്ല് ചെയ്ത് നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. ഒന്നിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ബോർഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ താഴെയാണെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെയിൽ ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളത് അതിൻ്റെ കാര്യം കഴിഞ്ഞു, നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിംഗ് കാർഡ്സ് ആണ്. ഫിംഗർ പ്രിൻറ്റിംഗ് കാർഡ്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടെ മുകളിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻ ഓർഡർ ടു മെയിൽ യുവർ ഫിംഗർ പ്രിൻറ്റ് കാർഡ് ടു അസ്, ഫസ്റ്റ് ഫൈൻഡ് എ ലോക്കൽ സോഴ്സ് ടു ടേക്ക് യുവർ ഫിംഗർ പ്രിൻറ്റ് വിത്ത് ബ്ലാക്ക് ഇങ്ക് ഓർ ഡിജിറ്റൽ ഓൺ FD250 കാർഡ്സ്. ഇതെന്ന് പറയുന്നത് FD258 കാർഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലോക്കൽ സോഴ്സ്, ലണ്ടനിലാണോ നിങ്ങൾ ഫിംഗർ പ്രിന്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അവർക്ക് അവരുടെ ഈ കാർഡ് കാണും. അവരുടെ ഈ കാർഡ് ഇൻ കേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ കാർഡിൽ നിങ്ങളുടെ ഫുൾ ഫിംഗർ പ്രിന്റ്സ് അവർ ചെയ്യണം. എന്നിട്ട് ഈ നിങ്ങൾ അയക്കുന്ന കൂട്ടത്തിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിനെയാണ് FD258 കാർഡ്സ് എന്ന് പറയുന്നത്. ലണ്ടനിൽ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വെൻഡർ ലോക്കൽ സോഴ്സ് ഉപയോഗിച്ചാണ്. അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ ബയോയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേര് ലണ്ടൻ ഫിംഗർ പ്രിന്റിംഗ് ഇൻകൽ ലിമിറ്റഡ് അങ്ങനെ എന്തോ ആണ്. അവരുടെ ഫോൺ നമ്പറും അവരുടെ അഡ്രസ്സും ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റിംഗ് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, വൺസ് നിങ്ങൾ ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലോക്കൽ സോഴ്സിൽ പോകുമ്പം നിങ്ങൾ ഈ ഒരു ഫോം ഉണ്ട്, OOSFP ഒറിജിനൽ വേർഷൻ എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ നിങ്ങളുടെ പാർട്ട് മാത്രം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം.
ഇതാണ് ആ ഫോം. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ സർട്ടിഫൈങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫോമാണ്. ഇവിടെ സെക്ഷൻ 1 മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെക്ഷൻ 2 എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ലോക്കൽ സോഴ്സിൽ നിന്നാണോ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് എടുക്കുന്നത് അവർ ഈ സെക്ഷൻ 2 ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ 2 സെക്ഷനും ഫില്ല് ചെയ്ത് ഫിംഗർ പ്രിൻറ്റ് കാർഡും പ്ലസ് ഇതിൻ്റെ DD ഇതെല്ലാം ആയിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. സോ ഒന്ന് കൺഫേം ചെയ്യാം. നിങ്ങളുടെ DD അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ പ്രിൻ്റ് ഔട്ട്, പിന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ കാർഡ്, അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ OOS-FP ഫോം. പിന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ആ OOS-FP ഫോമിൻ്റെ ഒറിജിനൽ വേർഷൻ നിങ്ങൾ സെൻഡ് ചെയ്യുക. അതിൻ്റെ ഒരു കോപ്പി നിങ്ങളിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇത് ഇത്രയായിട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത്. അത് പ്ലസ് നമ്മുടെ ഇവർ പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ കോപ്പി ഓഫ് യുവർ US ID കാർഡ്. നമ്മളൊരു ഫോറിൻ എഡ്യൂക്കേറ്റഡ് നേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ഫോറിൻ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിയർലി മെൻഷൻ ചെയ്യണം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ജസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ പേജ് ഉണ്ട്. ഇതാണ് യുവർ കോൺടാക്ട് ഇൻഫർമേഷൻ പേജ്. ഇതിനകത്ത് നമ്മൾ ഏത് ലൈസൻസിനാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റിങ് വെരിഫൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് രജിസ്റ്റേർഡ് നേഴ്സാണ്. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ അഡ്രസ്സിലേക്ക് നമ്മൾ മെയിൽ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് അവർ പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചെക്ക് ലിസ്റ്റ്, OOS-FP ഫോം, ഫിംഗർ പ്രിൻസിൻ്റെ 2 കോപ്പീസ്. കാരണം അത് അവർ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇഫ് ഇൻ കേസ് നിങ്ങളുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് കാർഡ് റീഡ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഫിംഗർ പ്രിൻറ്റ് കാർഡ്സ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ കോപ്പി ഓഫ് എ പാസ്പോർട്ട് ഓർ ഡ്രൈവേഴ്സ് ലൈസൻസ് ഇഫ് യു ആർ ഇൻ US. അതിനകത്ത് പിന്നെ നിങ്ങളുടെ ഇമെയിൽ ആൻഡ് ഫോൺ നമ്പറും മെൻഷൻ ചെയ്യുക. ഇതും പിന്നെ പ്ലസ് നിങ്ങളുടെ $60 DD അതർവൈസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ പേയ്മെൻറ്റ് നടത്തിയെങ്കിൽ അതിൻ്റെ ആ പേജിൻ്റെ ഒരു കോപ്പി. ഇത്രയും ഇൻഫർമേഷൻസ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടതാണ്. സോ വൺസ് നിങ്ങൾ ഇതെല്ലാം ഫോർവേഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് അവർ റിസീവ് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിങ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഒരു TCN റെസിപ്റ്റ് നമുക്ക് ഇമെയിൽ കൺഫർമേഷൻ ത്രൂ കിട്ടുന്നതായിരിക്കും. സോ ഈ TCN എന്ന് പറയുന്നത് റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ലൈക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഇത് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് നമ്മളത് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഈ TCN റെസിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബോർഡ് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഫയൽ ചെയ്യുകയാണ്. ബോർഡ് ആപ്ലിക്കേഷന് വേണ്ടി ഫയൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ഫസ്റ്റ് ഈ TCN റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി വേണം. നമ്മളെല്ലാം ഫില്ല് ചെയ്ത ഒരു റെസിപ്റ്റ് വേണം. അതിനുശേഷം നമ്മുടെ കുറേ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 10th 12th രജിസ്ട്രേഷന്, ട്രാൻസ്ക്രിപ്റ്റ്, ഇത് പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, ഇതും പ്ലസ് ഫീ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോംസ് ഫില്ല് ചെയ്യുന്നതാണ്. അതിനെന്ന് പറഞ്ഞാൽ കോണ്ടിനെൻ്റൽ ടെസ്റ്റിങ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോംസുകളെല്ലാം കിട്ടുന്നതാണ്. ഇതിൽ ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ഓർ എക്സാമിനേഷൻ ഫോമാണ്. ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ട്, അതുപോലെ ലൈസൻസ്, എക്സാമിനേഷൻ റിപ്പോർട്ട്സ്, അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ലാസ്റ്റിൽ സർട്ടിഫൈങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ഇത്രയും ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറോടുകൂടി കീപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ഒരു CCA ഫോം. CCA ഫോം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ചാർജ്ഡ് വിത്ത് ഓർ കൺവിക്റ്റഡ് ഓഫ് ക്രിമിനൽ ആക്ട്സ് ആണ്. ഇതിനകത്ത് നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഇൻപുട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കോഡ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. കോഡ് എന്ന് പറയുന്നത് ഇതാണ്, രജിസ്റ്റേർഡ് നഴ്സസ്. അതിനുശേഷം നിങ്ങളുടെ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം കീപ്പ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് FPNUR ഫോം. നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫൈങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിംഗർ പ്രിൻറ്റ് സബ്മിഷൻ FPNUR ഫോം. ഇവിടെയും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും എല്ലാം ഇൻപുട്ട് ചെയ്യുക. ഇവിടെ ഈ ഫോംസ് എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നാൽ എല്ലാത്തടത്തും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ US-ലുള്ളൊരു ആളാണെങ്കിൽ മാത്രം നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അവിടെ എൻ്റർ ചെയ്താൽ മതി. ഔട്ട്സൈഡ് US ഏതെങ്കിലും ഒരു കൺട്രിയിലാണെങ്കിൽ പോലും, ഈവൻ ഇൻ കേസ് കാനഡ, UK ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ അവിടെയും സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ US-ൽ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതർവൈസ് നിങ്ങൾക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് അത് കീപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിജിറ്റ് പ്രൊഫഷൻ ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത് 041 ആണ്. അതെന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നേഴ്സ് 041. ഇതാണ് നമ്മുടെ കോഡ്. സോ ഇത്രയും ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ഡോക്യുമെൻറ്റ്സ് പ്ലസ് നിങ്ങളുടെ അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് 10th 12th രജിസ്ട്രേഷൻ, എക്സാമിനേഷൻ, ട്രാൻസ്ക്രിപ്റ്റ്, പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, ഇതെല്ലാം അറ്റാച്ച് ചെയ്ത് നിങ്ങൾ കോണ്ടിനെൻ്റൽ ടെസ്റ്റിംഗ് സർവീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് മെയിൽ ചെയ്യുകയാണ് വേണ്ടത്. മെയിലിംഗ് അഡ്രസ്സ് ഞങ്ങൾ ബയോയിൽ മെൻഷൻ ചെയ്തതായിരിക്കും. ബോർഡ് ആപ്ലിക്കേഷൻ്റെ ഫീ എന്ന് പറയുന്നത് $107 ആണ്. അത് നിങ്ങൾക്ക് DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് ത്രൂ നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ വൺസ് നിങ്ങളുടെ സപ്പോർട്ട്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കോണ്ടിനെൻ്റൽ സർവിങ് അഡ്രസ്സിലേക്ക് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് 10th 12th രജിസ്ട്രേഷൻ, ലൈസൻസ്, പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, ഇതെല്ലാം ഡോക്യുമെൻറ്റ്സ് പ്ലസ് നിങ്ങളുടെ TCN റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി, ഈ ഫോംസും എല്ലാം കൂടെ ചേർത്ത് $107 ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റും കൂടെ ചേർത്ത് നമ്മൾ ഇവിടേക്ക് സെൻഡ് ചെയ്യുന്നു. സോ ഇത്രയാണ് നിങ്ങളുടെ ബോർഡ് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ATTക്ക് അപ്ലൈ ചെയ്യുക. ATT എന്ന് പറയുന്നത് ഓത്തറൈസേഷൻ ടു ടെസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ എന്നാണോ റെഡിയായി അല്ലെങ്കിൽ റെഡിയായെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ATTക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ATTക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾ പിയേഴ്സൺ വ്യൂവിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ കോണ്ടിനെൻ്റൽ ടെസ്റ്റിംഗ് സർവീസുമായിട്ട് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഉള്ള എക്സാമിനേഷൻ പാർട്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് പിയേഴ്സൺ വ്യൂ ആണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ATTക്ക് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ATT വൺസ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡേറ്റ് എടുക്കാവുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റിനും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് പിയേഴ്സൺ വ്യൂ സൈറ്റിനെയാണ്. നമുക്കിനി എങ്ങനെ ATTക്ക് നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ്ലി നമുക്ക് പിയേഴ്സൺ വ്യൂവിൻ്റെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ പോകുമ്പം നമുക്കവിടെ റെഡി, ഇവിടെ ഹോം പേജിൽ ഇങ്ങനെ റെഡി സെറ്റ് ടെസ്റ്റ് എന്നുണ്ട്. അവിടെ നമ്മുടെ ഏത് ടെസ്റ്റിംഗ് ഓർഗനൈസേഷനാണോ ഏത് ടെസ്റ്റാണോ നമുക്കത് അയക്കാം. നമ്മൾ ചെയ്യുന്നത് NCLEX എക്സാമിനേഷൻ NCSBN ആണ്. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചെന്നിട്ട് നമുക്ക് രജിസ്റ്റർ നൗ. ഒത്തിരി പ്രൈവസി ആൻഡ് പോളിസീസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കെയർഫുള്ളി റീഡ് ചെയ്തതിന് ശേഷം നമുക്കതെല്ലാം ടിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കുറേ പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോദിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതെല്ലാം ഇൻപുട്ട് ചെയ്യുക. അതിനുശേഷം ഏതിലേക്കാണോ നിങ്ങൾ ഒരു എടുക്കാൻ, ഏത് മെയിൽ ID ആണോ നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ആ മെയിൽ ID കൺഫേം ചെയ്യുക. സോ പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്. അതിനകത്ത് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ലൊക്കേഷൻ ഏതാണോ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് US സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക.
നെക്സ്റ്റ് സ്റ്റെപ്പ് 4ലേക്ക് അവിടെ നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്. അവിടെ നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സർട്ടൻ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഫില്ല് ചെയ്യാം. ദെൻ വരുന്നത് ഒരു പേജ് എന്ന് പറയുന്നത് ഫൈൻഡ് ആൻ എക്സാം. ഇതിനകത്ത് നമുക്ക് ഏത് സ്റ്റേറ്റിലേക്ക് ഏത് കൺട്രിയിലേക്കാണ് നമ്മൾ നോക്കുന്നത് അതനുസരിച്ച് ചെയ്യാം. ഐം സീക്കിംഗ് ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ ഇൻ കാനഡ ഓർ ഐം സീക്കിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ ഇൻ US ടെറിട്ടറി അല്ലെങ്കിൽ ഓസ്ട്രേലിയ. നമ്മൾ കൊടുത്തിരിക്കുന്നത് US ആണ്. നെക്സ്റ്റ് നമ്മൾ NCLEX RN സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇവിടെ ഏത് കൺട്രിയാണോ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ നഴ്സിംഗ് പ്രോഗ്രാം ചെയ്തത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്തത് അവിടുത്തെ ജസ്റ്റ് കൺട്രി മാത്രം നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സെർച്ച് ചെയ്യുമ്പം നമ്മുടെ പ്രോഗ്രാം നെയിമും പ്രോഗ്രാം കോഡ് ലൊക്കേഷൻ എല്ലാം വരും. അപ്പോൾ അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെൻ യു ഗ്രാജുവേറ്റ് നമ്മുടെ മന്തും ഇയറും കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇയറും എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ചോദിച്ചിട്ടുണ്ട് ഡു യു എഗ്രി ടു ബയോമെട്രിക് പോളിസീസ് ഔട്ട്ലൈൻഡ് ഓൺ ദി NCSBN പോളിസി വെബ് പേജ്. അത് എഗ്രി ചെയ്തു. അതിനുശേഷം വാട്ട് ഈസ് യുവർ എത്നിക് ഗ്രൂപ്പ്. ദെൻ യു ക്യാൻ സെലക്ട് യുവർ നേഴ്സിംഗ് റെഗുലേറ്ററി ബോഡി ഏതാണ്. നമ്മളുടെ കേസിൽ നമ്മൾ 49 ഇലിനോയ് ബോർഡ് ഓഫ് നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സർട്ടൻ ടേംസ് ആൻഡ് കണ്ടീഷനും അഡ്മിഷൻ പോളിസീസും എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വറി ആവേണ്ട കാര്യമില്ല. കാരണം വൺസ് നിങ്ങളുടെ ATT അപ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ഇമെയിൽ കൺഫർമേഷൻ തരും. ആ കൺഫർമേഷനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഏത് ലാംഗ്വേജിലാണ്, ലെങ്ത്, പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് $200 ആണ് ഇതിന് വേണ്ടിയിട്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ആക്സെപ്റ്റബിൾ കാർഡ്സ്. ഇതൊക്കെ ഇൻപുട്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ATTക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇമെയിൽ കൺഫർമേഷൻ കിട്ടും. നമ്മുടെ ഓതറൈസേഷൻ ടു ടെസ്റ്റ് കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അതെന്ന് പറയുന്നത് ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്കൊരു 2 days എടുത്തിട്ടുള്ളായിരുന്നു. അത് കഴിയുമ്പം നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഇമെയിൽ കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വൺസ് നിങ്ങൾ ATT റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCLEX എക്സാം എടുക്കുന്നതാണ്. അതിനകത്ത് അവർ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് വിത്തിൻ 90 days ആണ് പറയുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ATTയിൽ അവരത് മെൻഷൻ ചെയ്തായിരിക്കും. ഡിഫർ ചെയ്യും. ചില ആൾക്കാർക്ക് അത് കൂടുതൽ വാലിഡിറ്റി കിട്ടാറുണ്ട്. സോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ATTയിൽ എത്ര വാലിഡിറ്റി എന്ന് അവരത് മെൻഷൻ ചെയ്തതായിരിക്കും. ഇത്രയാണ് നമ്മളിങ്ങനെ ATTക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ്. വൺസ് നമ്മൾ ATT അപ്ലൈ ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് വിത്തിൻ 2 days ഒക്കെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ കൺഫർമേഷൻ കിട്ടും. മീൻസ് ഓതറൈസ്ഡ് ടു ടെസ്റ്റിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ കേസിൽ 2 days എടുത്തിട്ടുള്ളൂ. സോ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനുള്ള ഡേറ്റ് എടുക്കാവുന്നതാണ്. അത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സെയിം പിയേഴ്സൺ വ്യൂവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി അവിടെ എക്സാം ഡേറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഉള്ള ഡേറ്റ് എടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ NCLEX RN ജേർണിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്വയറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ബയോയിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും രജിസ്ട്രേഷൻ പ്രോസസ്സുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.